ഒരു നാടിന്റെ കാഴ്ചയും ഉൾക്കാഴ്ചയുമാണ് ഒരു വിദ്യാലയം. ശ്രേഷ്ഠചിന്തയും ഉന്നത ജീവിതവും കെട്ടിപ്പടുക്കാനും അതുവഴി ലോകമെമ്പാടും നന്മയും വിശുദ്ധിയും പകർന്നു നൽകി സംസ്കാര സമ്പന്നമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കാനും അങ്ങനെ നവീനമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിനും ഒരു വിദ്യാലയത്തിന് കഴിയും. നാടിന്റെ നിലവിളക്കും നിറദീപവും ലോകത്തിന് പ്രകാശവുമായി വിളങ്ങുന്ന ഒരു വിദ്യാലയമാണ് കല്ലൂർക്കാട് സരസ്വതി വിദ്യാമന്ദിരം. നമസ്കാരം, ഞാൻ പ്രൊഫസർ VS റെജി, കല്ലൂർക്കാട് സരസ്വതി വിദ്യാമന്ദിറിൻ്റെ പ്രസിഡൻ്റാണ്. സരസ്വതി വിദ്യാമന്ദിർ 25 വർഷം പൂർത്തിയാക്കുകയാണ് ഈ കൊല്ലം. അക്കാദമികമായിട്ട് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായ വിജ്ഞാനത്തിൻ്റെ തുടക്കം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കഴിയേണ്ടതാണ്. അത്തരത്തിൽ ഭാരതീയ ദർശനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യാനന്തരം ഒരു സ്വതന്ത്ര സംഘടനയായിട്ട് വിദ്യാഭാരതി അഖിലേന്ത്യാ തലത്തിൽ ആരംഭിക്കുകയും ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാം. കേരളത്തിൽ അത് ഭാരതീയ വിദ്യാഭവൻ എന്ന പേരിലാണ്. 300ഓളം സ്കൂളുകളും 2-3 കോളേജുകളുമൊക്കെ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒന്നാണ് കല്ലൂർക്കാട് സരസ്വതി വിദ്യാമന്ദിർ. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പഞ്ചാംഗ ശിക്ഷണം അനുസരിച്ചുള്ള ഒന്നാണ്. ഇന്നിപ്പോൾ പുതിയ വിദ്യാഭ്യാസ പദ്ധതി ദേശീയ സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം മുന്നേ തന്നെ പ്രായോഗികമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഭാരതീയ വിദ്യാഭവൻ്റേത്. അപ്പോൾ അത്തരത്തിൽ യോഗ പോലെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് നേരത്തെ തന്നെ പരിശീലിപ്പിക്കുന്നു. സംഗീത പരിശീലനമുണ്ട്. ഒപ്പം തന്നെ ഘോഷ യോഗ്താപ്പ് പോലെയുള്ള കാര്യങ്ങൾ. സംസ്കൃതത്തിൽ കുട്ടികൾക്ക് ഒരു അടിസ്ഥാന ജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഭാരതത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകം ഉറങ്ങിക്കിടക്കുന്ന ഭാഷ എന്നുള്ള നിലയിൽ അതിന് ഊന്നൽ നൽകുക. മാത്രമല്ല, കുട്ടികളെ ഇവിടെ ട്രെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു വർഷം 5ഓളം സോപാനം ക്ലാസ്സുകൾ സംഘടിപ്പിക്കും. സോപാനം ക്ലാസ്സുകൾ പേരൻസിനുള്ളതാണ്. അപ്പോൾ അവരെ പല വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി സമകാലീന സാഹചര്യങ്ങൾ, കുട്ടികളുടെ വളർച്ചയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓറിയൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് ചെയ്യുക. കൂടാതെ സംസ്കൃതജ്ഞാന പരീക്ഷ വേണമെങ്കിൽ പേരൻസിന് എഴുതാം. അങ്ങനെ എഴുതി പഠിച്ചു പോകുന്ന കുട്ടികൾക്കൊപ്പം പഠിക്കാൻ സാഹചര്യം കിട്ടാത്ത പേരൻസിന് അത്തരത്തിൽ പഠിക്കാനുള്ള അവസരങ്ങളും കൂടി ഒരുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഈ സ്ഥാപനം ഒരുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുക. അതുകൊണ്ട് തന്നെ പേരൻസിന് കുട്ടികളെ അയച്ചാൽ, സ്കൂളിലേക്ക് അയച്ചാൽ അവർ തണുത്ത ഭക്ഷണമൊക്കെ ഒരുപാട് വേസ്റ്റാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി 2-3 വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾ കൂടുതൽ ഉന്മേഷവാന്മാരെയും ഉന്മേഷവതികളുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നു. നമുക്കിന്നറിയാം, ഇന്നത്തെ ഒരു മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കൾ യുവതികളൊക്കെ വല്ലാത്തൊരു അവസ്ഥയിൽ, നമുക്കൊരു ഭീതി തോന്നുന്ന അവസ്ഥയിലാണ് അവരുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ. അതൊരു ആത്മബോധത്തിൽ വളരുന്ന കുട്ടികൾക്ക് അത്തരത്തിലുള്ള വലിയ വീഴ്ചകൾ വരാൻ സാധ്യതയില്ല എന്നാണ് നമ്മളിവിടെ നിന്ന് പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളുടെയൊക്കെ മുന്നേറ്റം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഭാരതീയ വിദ്യാഭ്യാസ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കുന്നതിനും ദേശീയ പാരമ്പര്യവും ആധ്യാത്മിക മൂല്യങ്ങളും പൂർവികരുടെ സംഭാവനകളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗം പൗത്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വിദ്യാഭാരതി അഖില ഭാരതീയ സമിതിയുടെ നേതൃത്വത്തിലാണ് സരസ്വതി വിദ്യാമന്ദിരം പ്രവർത്തിക്കുന്നത്. 1999 പ്രവർത്തനം ആരംഭിച്ച കല്ലൂർക്കാട് സരസ്വതി സ്കൂൾ ഇന്ന് 25 വർഷം പൂർത്തീകരിക്കുന്നു. ദേശീയബോധമുള്ള നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ സരസ്വതി സ്കൂളിന്റെ അഭിമാനഭാജനങ്ങളായി സ്വദേശത്തും വിദേശത്തും നിരവധി കർമ്മ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. നമസ്തേ, എൻ്റെ പേര് ശശി സി മാധവൻ. വിദ്യാലയത്തിൻ്റെ മാനേജറാണ്. 17 വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ പഞ്ചാംഗ ശിക്ഷണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പഞ്ചാംഗ ശിക്ഷണത്തിൽ യോഗ, ശാരീരിക ഇവയ്ക്ക് നല്ല പ്രാധാന്യം നൽകുന്നു. കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള കഴിവുകളും മാനസികമായിട്ടുള്ള ഐക്യവും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നത്. സ്വഭാവ രൂപീകരണത്തിന് പ്രത്യേകം ഒരു ശ്രദ്ധ ഈ വിദ്യാലയത്തിൽ നൽകി വരുന്നു. ഏത് വിദ്യാലയത്തിൽ
ചെന്നാലും സരസ്വതി വിദ്യാമന്ദിർ എന്നുള്ള ആ ഒരു പേര് ഇവർ കാത്തു സൂക്ഷിക്കാനായിട്ട് ഇപ്പോഴും നമ്മുടെ കുട്ടികൾ ശ്രമിക്കുന്നുണ്ട്. പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിന് ആവശ്യമായിട്ടുള്ള യോഗ ക്രമങ്ങൾ നമ്മൾ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്നു. അതുപോലെ എല്ലാ രക്ഷകർത്താക്കൾക്കും നമ്മുടെ ഈ പാഠ്യപദ്ധതി വളരെ ഇഷ്ടമാണ്. നിത്യവും കുട്ടികളെ പ്രഭാതത്തിൽ ഉണരുന്നത് മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെയുള്ള എല്ലാ കാര്യക്രമങ്ങളും കൃത്യമായിട്ട് വീട്ടിൽ അനുഷ്ഠിക്കാനായിട്ട് രക്ഷകർത്താക്കൾ പൂർണ്ണ പിന്തുണ നമ്മുടെ വിദ്യാലയത്തിന് നൽകി വരുന്നു. ഈ കല്ലൂർക്കാട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ. ഈ വർഷം ഇത് 25ാമത് വർഷമാണ്. ഇത്രയും നാളത്തെ എല്ലാ രക്ഷകർത്താക്കളുടെയും നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെയും സഹകരണത്തിൻ്റെ ഫലമായിട്ട് ഇതൊരു സരസ്വതി ക്ഷേത്രമായിട്ട് വിളങ്ങുന്നു. ഭാരതീയ വിദ്യാഭ്യാസ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നേറുമ്പോഴും ആധുനിക വിദ്യാഭ്യാസ പദ്ധതികളെല്ലാം മുന്നേ തന്നെ നടപ്പിലാക്കിയ സ്കൂൾ എന്ന ബഹുമതിയും സരസ്വതി സ്കൂളിനുണ്ട്. NCERTC സിലബസ് പ്രകാരം UP തലം വരെയുള്ള സ്കൂളുകളിൽ ONGCയുടെ പദ്ധതി പ്രകാരം സ്മാർട്ട് ക്ലാസ് റൂമുകളും വളരെ നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ സരസ്വതി സ്കൂൾ എന്നും മുൻപന്തിയിൽ തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്തെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഭൗതികമായും സാങ്കേതികപരമായും വിദ്യാർത്ഥികളെ മികവുറ്റവരാക്കുന്നു. നമസ്തേ, ഞാൻ ഉഷ രഘു. ഈ വിദ്യാലയത്തിൻ്റെ ഹെഡ് മിസ്ട്രസ്സാണ്. കഴിഞ്ഞ 25 വർഷമായി ഞാൻ ഈ വിദ്യാലയത്തിലെ അധ്യാപികയും അതോടൊപ്പം കഴിഞ്ഞ 6 വർഷമായി ഞാൻ ഇവിടുത്തെ പ്രധാന അധ്യാപികയുമാണ്. ഭാരതീയ സംസ്കാരത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് സരസ്വതി വിദ്യാമന്ദിർ. സമൂഹത്തിലെ എല്ലാവർക്കും ഈ ഭാരതീയ സംസ്കാരം കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ പ്രദേശത്തെ ഏതാനും ആളുകളുടെ പരിശ്രമ ഫലമായിട്ട് ആരംഭിച്ച ഒരു വിദ്യാലയമാണിത്. ഇന്ന് UP തലം വരെ എത്തി നിൽക്കുന്ന വിദ്യാലയത്തിൽ 19ഓളം ബാച്ചുകൾ പുറത്തു പോയിട്ടുണ്ട്. എല്ലാവരും നല്ല വിദേശത്തും സ്വദേശത്തുമായിട്ട് ജോലിയിലും അല്ലാതെയുമുള്ള കുട്ടികൾ നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് പഞ്ചാംഗ ശിക്ഷണം, അതായത് യോഗ, സംഗീതം, സംസ്കൃതം, നൈതികം, ശാരീരികം ഇവയ്ക്ക് പഠനത്തോടൊപ്പം തന്നെ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണിത്. ഇതിൽ കുട്ടികളുടെ സമഗ്രമായ വികാസമാണ് ഉദ്ദേശിക്കുന്നത് ഈ പഠനത്തിലൂടെ. അപ്പോൾ പഠനം മാത്രമല്ല, ഇങ്ങനെയുള്ള കായികവും അതുപോലെ യോഗ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മാനസികവും ശാരീരികവും ആധ്യാത്മികവുമായ വികാസം, അതുപോലെ സംസ്കൃതത്തിലൂടെ കുട്ടികളുടെ ബുദ്ധിപരമായ വികാസം, അതുപോലെ സംഗീതം എന്ന വിഷയത്തിലൂടെ കുട്ടികളുടെ മാനസികമായ വികാസം, ഇങ്ങനെ ഓരോ തരത്തിലും കുട്ടികളുടെ സമഗ്രമായ ഒരു വ്യക്തിയെ സമഗ്രമായ വികാസത്തിലൂടെ നല്ലൊരു വ്യക്തിത്വത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച വിദ്യാലയം എല്ലാ നല്ല സജ്ജനങ്ങളുടെയും എല്ലാ നല്ലവരായ എല്ലാ ആളുകളുടെയും ഒരു സഹകരണത്തോടെയാണ് ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. അത് രക്ഷിതാക്കളും അതുപോലെ തന്നെ സമൂഹത്തിലെ നല്ല ആളുകളും ഈ വിദ്യാലയത്തിൻ്റെ ഈ ഒരു വളർച്ചയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. വീണ്ടും വിദ്യാലയത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്തേ. പഞ്ചാംഗ ശിക്ഷണമനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയാണ് സരസ്വതി സ്കൂളിനെ മറ്റ് സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. യോഗ, സാംസ്കാരിക ആധ്യാത്മികത, ശിക്ഷണം, ശാരീരികം, സംഗീതം, സംസ്കൃതം മുതലായവയെ സംയോജിപ്പിച്ചുള്ള പഞ്ചപദ്ധതിന് വിദ്യാർത്ഥികളിൽ സ്വഭാവ രൂപീകരണത്തിനും നല്ലൊരു സംസ്കാരം രൂപപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. നമസ്തേ, എൻ്റെ പേര് ആദിനാഥ് മനോജ്. ഞാൻ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലാണ്. ഒരു ഹെഡ് ബോയ് എന്ന നിലയ്ക്കും ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്കും എൻ്റെ സ്കൂളിനെ സംബന്ധിച്ച് എനിക്ക് വലിയ അഭിമാനമാണുള്ളത്. എൻ്റെ സ്കൂളിൽ യോഗ, നൈതിക മൂല്യം എന്നിവ അഭ്യസിക്കുന്നു. എൻ്റെ സ്കൂളിൽ 9 വർഷം പഠിക്കാൻ സാധിച്ചതിനെ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്നെ 9 വർഷം പഠിപ്പിച്ച എല്ലാ ടീച്ചർമാർക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. നമസ്തേ, ഞാൻ ശ്രവ്യ സന്തോഷ്. ഈ വർഷം ഈ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഈ വർഷത്തെ ഹെഡ് ഗേൾ എന്ന ചുമതലയും എനിക്ക് ഏൽക്കാൻ സാധിച്ചു. പഞ്ചാംഗ ശിക്ഷണം ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ വിദ്യാലയത്തിൽ നിന്നും ലഭിക്കുന്ന സഹായവും സപ്പോർട്ടും മറ്റൊരു വിദ്യാലയത്തിൽ നിന്നും ലഭിക്കില്ല എന്ന് ഞാൻ ഉറപ്പു പറയുകയാണ്.
1999 വിജയദശമി ദിനത്തിലാണ് നമ്മളിങ്ങനെ ഒരു സ്കൂളിന് രൂപം കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയും അന്ന് ആദ്യമായിട്ട് അത് വാടക കെട്ടിടത്തിൽ ഇതിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിനെപ്പറ്റി എല്ലാവരോടും സംസാരിച്ചപ്പോൾ എല്ലാവരും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ മാനനീയ PEB മേനോൻ സാറിൻ്റെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്ന് നമ്മളിതിനു വേണ്ടി ഒരു ഫണ്ട് സ്വരൂപിക്കുകയും ഇന്ന് ഈ കാണുന്ന ഈ സ്ഥലം വാങ്ങിക്കുകയും അതിനുശേഷം ഇവിടെ കെട്ടിടം പണിയുകയും ചെയ്തു. ഇതിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വേണ്ടി ശ്രീ VG രജിസ്ട്രാർ അധ്യക്ഷനായിട്ടും KK രഘു സെക്രട്ടറി ആയിട്ട് ഒരു സമിതി ഇന്നിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു ജൂബിലി വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന അധ്യാപകരും അധ്യാപികമാരും അതിനോടൊപ്പം ആയമാരും മറ്റെല്ലാ സഹപ്രവർത്തകരുടെയും നിസ്വാർത്ഥമായ സേവനം കൊണ്ട് ഈ വിദ്യാലയം ഇന്നൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. 1999 പ്രവർത്തനം ആരംഭിച്ച സ്കൂളിന്റെ വളർച്ചയ്ക്ക് ഉദാരമനസ്കരായ അനേകം പേർ സഹായിച്ചിട്ടുണ്ട്. അധ്യാപകർ, അനധ്യാപകർ, പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവരുടെയും സഹകരണം ഉറപ്പുവരുത്തുന്നതിൽ സരസ്വതി സ്കൂൾ എന്നും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാബു VC. മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ ആവൂരി പഞ്ചായത്തിൽ താമസിക്കുന്നു. എൻ്റെ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കല്ലൂർക്കാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സരസ്വതി വിദ്യാമന്ദിർ. 25 വർഷത്തോളമായി ഈ തവണ ഈ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ സ്കൂളിൻ്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഈ നാടിന് സുപരിചിതമാണ്. കൂടാതെ നല്ല അധ്യാപകരും അതുപോലെ അനധ്യാപകരും കുട്ടികൾക്ക് ആഹാരം ഉച്ചയ്ക്ക് വളരെ കൃത്യനിഷ്ഠയോടുകൂടി നല്ല രീതിയിലുള്ള ആഹാരം കൊടുക്കുന്ന ആയമാരും അതുപോലെ ഈ സ്കൂളിൻ്റെ വൃത്തിയും വെടിപ്പും ഈ സമൂഹത്തിലും അതുപോലെ പഞ്ചായത്തിലും വളരെയധികം കീർത്തിപ്പെട്ടതാണ്. കൂടാതെ ഇവിടെ പഠിച്ച് ഇപ്പോൾ പല രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിലും അതുപോലെ ഉന്നത ജോലികളിലും ഇരിക്കുന്ന വളരെയധികം കുട്ടികൾ ഇവിടെ നിന്ന് വളരെയധികം ഉദ്യോഗത്തിൽ ഇരിക്കുന്ന പലരും ഇവിടെ നിന്ന് പഠിച്ചു പോയവരാണ്. അതുകൂടാതെ നമ്മുടെ ഈ 25ാം വാർഷികം രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ സ്കൂളിനെ കുറിച്ച് നമ്മുടെ ഈ പഞ്ചായത്തിൽ വളരെയധികം നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് രജത ജൂബിലി വളരെ മനോഹരമായിട്ട് ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്. സ്കൂളിൻ്റെ മറ്റുള്ള ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലുള്ളവരും പുറത്തുനിന്നുള്ളവരും പല നല്ല സുമനസ്സുകളായ ആൾക്കാരുടെ സഹകരണത്തോടു കൂടിയാണ് സ്കൂള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അധ്യാപനവും അധ്യയനവും ചേർന്നതാണ് വിദ്യാഭ്യാസം. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അറിവ്, വൈദഗ്ധ്യം, സംസ്കാരം തുടങ്ങിയവ പകർന്നു നൽകപ്പെടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അങ്ങനെ സംസ്കാര സമ്പന്നമായ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ സരസ്വതി വിദ്യാമന്ദിരം എന്നും മുന്നിൽ തന്നെയാണ്.